എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു നിർത്തിയത് ഇവിടം വരെയാണ്. ആ വലിയ കടുവ രണ്ട് പശുക്കളെ കൊല്ലുന്നതും ഒരു പശുവിനെ വലിച്ചിടിച്ചുകൊണ്ട് വനത്തിലേക്ക് പോകുന്നതും അതിൻ്റെ പുറകെ ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് കണിയ ആ പശുവിനെ വലിച്ചിട്ട സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നു. എന്നാൽ ആ സ്ഥലത്ത് ആ പശു ഉണ്ടായിരുന്നില്ല. വീണ്ടും എപ്പോഴോ ആ കടുവ അവിടേക്ക് എത്തി അതിനെ വീണ്ടും വലിച്ചിടിച്ചുകൊണ്ട് ദൂരേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ആ ട്രാക്കുകളെ പിന്തുടർന്നുകൊണ്ട് വീണ്ടും ഞങ്ങൾ പോയി. അങ്ങനെ അവസാനം പാറക്കെട്ടുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ പ്രദേശത്ത് വെച്ച് ആ പശുവിൻ്റെ ജഡം കണ്ടെത്തി. ഞങ്ങൾ ചുറ്റുപാടും ആ കടുവയെ തിരഞ്ഞു. എന്നാൽ ആ കടുവ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. ഇവിടം വരെയാണ് ഞാൻ കഴിഞ്ഞ കഥയിൽ പറഞ്ഞു നിർത്തിയത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കഥ കേൾക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് പോയെന്ന് കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മുകളിൽ ഐക്കണിലും കൊടുത്തേക്കാം. എം ഇസ്മയിലിൻ്റെ വേട്ടക്കഥയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഞാൻ ആ കടുവയ്ക്ക് വേണ്ടി അവിടെ തന്നെ കാത്തിരിക്കുകയാണ്. ആ പശുവിനെ ആ കടുവ കൊന്നിട്ട വലിച്ചിടിച്ചു കൊണ്ടുപോയിട്ട ആ സ്ഥലത്ത് തന്നെ ചുറ്റുപാടും ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. റൈഫിളിൽ ഞാൻ മുറുകെ പിടിച്ചിരുന്നു. കാരണം ഇനി എപ്പോൾ വേണമെങ്കിലും ആ കടുവ ഞങ്ങൾക്കരികിലേക്ക് വന്നേക്കാം. ഞങ്ങൾ ചുറ്റുപാട് ഒന്ന് നിരീക്ഷിച്ചു. അങ്ങനെ ഞങ്ങളുടെ കണ്ണുകൾ വന്നെത്തിയത് ആ വലിയ പശുവിൻ്റെ ജഡം കിടന്ന ഭാഗത്ത് നിന്നിരുന്ന ഒരു ചെറിയ മരത്തിൻ്റെ കൊമ്പിലേക്കായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കറുത്ത നിറത്തിലുണ്ടായിരുന്ന ഒരു പക്ഷിയെ കാണുവാൻ സാധിച്ചു. വളരെ വിചിത്രമായ ശബ്ദം കേട്ടാണ് എൻ്റെ ശ്രദ്ധ അവിടേക്ക് പോയത്. ഞാൻ കേട്ടത് ബ്ലാക്ക് ഡോങ്കോ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ കരച്ചിലായിരുന്നു. അതൊരു ബ്ലാക്ക് ഡോങ്കോ ആയിരുന്നു. ബ്ലാക്ക് ഡോങ്കോ എന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആനറാഞ്ചി. എനിക്കൊരു സംശയമുണ്ട്, ഈ ആനറാഞ്ചിയും അതുപോലെ തന്നെ ഈ കാക്കത്തമ്പുരാട്ടിയും ഒന്ന് തന്നെയാണോ എന്ന്. നമ്മൾ നാട്ടിൻപുറങ്ങളിലും ഈ വയൽപ്പാടങ്ങൾക്ക് അരികിലുമെല്ലാം കാണുന്ന കാക്കത്തമ്പുരാട്ടിയില്ലേ, അതും ഈ ആനറാഞ്ചിയും ഒന്ന് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ആനറാഞ്ചി പക്ഷി ആ മരക്കൊമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവൻ താഴേക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് താഴ്ന്നു പറന്ന് ചെറു പ്രാണികളെയും മറ്റും കൊത്തിയെടുത്തുകൊണ്ട് ആ മരക്കൊമ്പിലേക്ക് തിരിച്ചു പറക്കുന്നുമുണ്ട്. കനയ്യ പതിയെ എൻ്റെ തോളിൽ തട്ടി വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാബ്ജി, അങ്ങ് ആ കാഴ്ച കണ്ടില്ലേ? ആ പക്ഷിയെ കണ്ടില്ലേ? അങ്ങേക്കും അറിയാമല്ലോ സാധാരണയായി ഈ ആനറാഞ്ചി പക്ഷികളെ കാണുന്നത് എവിടെയാണെന്ന്. മാംസഭോജികളായ മൃഗങ്ങൾക്കരികിലാണ് സാധാരണ ഇവയെ കണ്ടുവരുന്നത്. അതിനർത്ഥം ഈ കടുവ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നല്ലേ. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. ഈ പശുവിൻ്റെ ജഡം ആദ്യം കാണുമ്പോൾ ഇതിൻ്റെ ശരീരഭാഗത്തു നിന്നും, അതായത് പിൻഭാഗത്തു നിന്നും കുറച്ച് മാംസം ആ കടുവ ആഹരിച്ചിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി അത് ചെക്ക് ചെയ്തിരുന്നു സാക്ഷി. ആദ്യം കണ്ട സ്ഥലത്ത് നിന്നും ഇവിടേക്ക് വലിച്ചിട്ടുകൊണ്ടുപോയ ശേഷവും ആ പശുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും ആ കടുവ ഇതുവരെയും ഭക്ഷിച്ചിട്ടില്ല. ഞാൻ കനയ്യെ ഒന്ന് നോക്കി. അവൻ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പല ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. കടുവയ്ക്ക് ഈ പശുവിൻ്റെ മാംസം കൂടുതലും കഴിക്കുവാൻ ആഗ്രഹമില്ല എങ്കിൽ അവൻ ആദ്യം ഉപേക്ഷിച്ച സ്ഥലത്തു നിന്നും എന്തിനാണ് ഈ പശുവിനെ ഇവിടേക്ക് വീണ്ടും വലിച്ചിഴിച്ചു കൊണ്ടുവന്നത്? ഈ കുറ്റിക്കാടുകൾ കൊണ്ട് അവനെ മറച്ചു വെച്ചത്. അതിനൊരർത്ഥം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ആ കടുവയ്ക്ക് അവൻ കൊന്നു വലിച്ചു കൊണ്ടുവന്ന ഈ ഇരയിൽ താല്പര്യമുണ്ട്. അതിനാൽ തന്നെ ഇത് ഭക്ഷിക്കുവാൻ വേണ്ടി ഇവൻ ഇവിടേക്ക് തന്നെ മടങ്ങിയെത്തും. കനയ്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും കുറ്റിക്കാടിൻ്റെ ഇടയിൽ അവൻ വിശ്രമിക്കുകയായിരിക്കില്ലേ? നമ്മൾ ഇവിടേക്ക് വന്നത് അവൻ അറിഞ്ഞിരിക്കില്ലേ? അവൻ്റെ കണ്ണുകൾ കൊണ്ട് ആ കുറ്റിക്കാടിനുള്ളിൽ നിന്നും നമ്മളെ നിരീക്ഷിക്കുകയായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനിയും ഏതൊരു നിമിഷവും അവൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയില്ലേ സാഹിബ്? നമുക്ക് എത്രയും വേഗം ഒരു സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറണം. ഞാൻ ചുറ്റുപാടും ഒന്ന് പരതി. അവിടെ എങ്ങും എനിക്കിരിക്കുവാൻ പറ്റിയ ഒരു മരം പോലും കാണുവാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ തെരച്ചിലിനൊടുവിൽ ആ കടുവ പിടിച്ചുകൊണ്ടിട്ട പശുവിൻ്റെ ശരീരം കിടക്കുന്ന ഭാഗത്തു നിന്നും 5 മീറ്റർ അകലെ ഒരു വലിയ പാറക്കല്ലുണ്ടായിരുന്നു. ഉപരിതലം പരന്ന പാറക്കല്ല്. അത് അവിടെ ഉണ്ടായിരുന്ന കുറ്റിക്കാടുകളാൽ മറയ്ക്കപ്പെട്ട രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ സ്വാഭാവികമായി മറഞ്ഞിരിക്കുവാൻ സാധിക്കും. ഒരു ഒളിത്താവളമായി അതിനെ ഉപയോഗിക്കുവാനും സാധിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ പാറക്കല്ല് കിടക്കുന്നത് കടുവ പിടിച്ചിട്ട പശുവിൻ്റെ ജഡം കിടക്കുന്നതിന്
വളരെ അടുത്താണ്. അതൊന്നും ഇനിയും ആലോചിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതിലും സുരക്ഷിതമായി ഇരിക്കുവാനും അവിടേക്ക് വരുന്ന കടുവയെ വീക്ഷിക്കുവാനും പറ്റിയ മറ്റൊരു സ്ഥലവും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ പാറക്കല്ലിൻ്റെ മുകളിൽ ആ കുറ്റിക്കാടിൻ്റെ മറവിൽ ഇരിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഇവിടേക്ക് ഈ കടുവയുടെ പാടുകൾ ട്രാക്ക് ചെയ്ത് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു കോട്ട് ധരിച്ചിരുന്നു. ഒരു വലിയ നീളമുള്ള കോട്ട്. തണുപ്പിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയായിരുന്നു അത്. കാരണം കടുവയെ കാത്ത് എവിടെയെങ്കിലും മറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നീടൊരു അനക്കമുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. അത് ഒഴിവാക്കുവാൻ വേണ്ടി ഞാൻ മുന്നേ തന്നെ ആ കോട്ട് ധരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ സാവധാനം ആ കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. എൻ്റെ ദൃഷ്ടിയെ മറയ്ക്കുന്ന 2-3 ചില്ലകൾ ആ കുറ്റിക്കാടിനുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം ഞങ്ങൾ കൃത്യമായി വെട്ടിമാറ്റി. ഇപ്പോൾ ഞങ്ങൾക്ക് ആ പശുവിൻ്റെ ശരീരം വളരെ കൃത്യമായും വ്യക്തമായും കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടേക്ക് കടന്നു വരുന്ന കടുവയെയും. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പാറക്കല്ലിന് ഒരു ചെറിയ ചരിവുണ്ട്. ആ ചരിവിലേക്ക് പിന്തിരിഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. അതൊഴിച്ചു വെച്ചാൽ സ്വാഭാവികമായ ഈ കുറ്റിക്കാടുകൾ കൊണ്ട് മൂടപ്പെട്ട ഈ പാറക്കല്ലിനുള്ളിൽ ഇരിക്കുന്നത് വളരെ സുരക്ഷിതമാണ്. എങ്കിലും കനകയ്യ തൃപ്തനായിരുന്നില്ല. അദ്ദേഹത്തിന് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഈ പാറയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ കടുവ എതുവഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും കാണുവാൻ സാധിക്കും എന്ന സംശയങ്ങളായിരുന്നു കനകയ്യയ്ക്ക് ഉണ്ടായിരുന്നത്. അത് മാറ്റിയെടുക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. പതിയെ അയാൾ പാറമേൽ നിന്നും താഴേക്കിറങ്ങി വ്യത്യസ്ത ദിശകളിലും വ്യത്യസ്ത സ്ഥാനങ്ങളിലും പോയി നിന്നു നോക്കി. അവിടെ നിന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റുമോ, എനിക്ക് അദ്ദേഹത്തെ കൃത്യമായി കാണാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു അയാൾ നോക്കിയിരുന്നത്. അങ്ങനെ അയാൾ അവസാനം സംതൃപ്തനായി. അയാൾ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. നമ്മൾ ഇവിടെ ഇരുന്നാൽ പൂർണ്ണമായും കുറ്റിക്കാടുകളാൽ മറഞ്ഞപ്പെട്ട രീതിയിലാണ് ഇരിക്കുന്നത്. ചത്തുകിടക്കുന്ന പശുവിൻ്റെ ജഡത്തിലേക്ക് സമീപിക്കുന്ന കടുവയ്ക്ക് ഒരിക്കലും നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ കൃത്യമായി നമുക്ക് അവനെ വെടിവെച്ചിടാനും സാധിക്കും. പക്ഷേ സാഹിബ്, നിങ്ങൾ സൂക്ഷിക്കണം. അവൻ വലിയൊരു കടുവയാണ്. അവൻ ഇതുകൂടി കൂട്ടിച്ചേർത്തു. അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ അവനെ അവിടെ തന്നെ കൃത്യമായി ഷൂട്ട് ചെയ്ത് വീഴ്ത്തണം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവൻ ഒരു രാക്ഷസനാണ്. രാക്ഷസൻ. നമ്മളിപ്പോൾ ഒളിച്ചിരിക്കുവാൻ കണ്ടെത്തിയിരിക്കുന്ന ആ പാറയില്ലേ, അതിന്മേൽ ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ള സ്ഥലമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അതിലിരിപ്പുറപ്പിച്ചു. കനകയ്യോട് അവിടെ നിന്ന് പൊക്കോളുവാൻ പറഞ്ഞു. അവിടേക്ക് പോകുന്നതിന് മുന്നേ, അതായത് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുന്നേ കനകയ്ക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ ഞാൻ നൽകിയിരുന്നു. നീ വേണം ഒരു ഭൂതത്തെ പോലെ ആ ഗ്രാമത്തിന് കാവലിരിക്കുവാൻ. ഒരാൾ പോലും ഇങ്ങോട്ട് കടന്നു വരരുത്. പറഞ്ഞു തീർന്ന ഉടനെ തന്നെ കനകയ്യ അവിടുന്ന് പോയി. കണ്ണു തുറക്കുന്നതിന് മുന്നേ അദ്ദേഹത്തെ കൺമുന്നിൽ നിന്നും കാണാതെയുമായി. കനകയ്യയ്ക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ഒട്ടും താമസിക്കാതെ, കൃത്യമായി പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വളരെ വേഗം എന്ന പാറമേലേക്ക് ചാടിക്കയറി. അവിടേക്ക് വന്ന് എൻ്റെ കാതിൽ ഒരു കാര്യം പറഞ്ഞു. ഞാൻ വീണ്ടും കണ്ടു ആ വലിയ മൃഗത്തെ. അവൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടി. ഇവിടെ അടുത്തുള്ള ഒരു കുറ്റിക്കാടിനുള്ളിൽ അവൻ മറഞ്ഞിരിക്കുകയാണ്. ഇവിടേക്ക് വന്ന് ഉള്ള സ്ഥലത്തിൽ ഇരിക്കുവാൻ കനകയോട് പറഞ്ഞു, ആവശ്യപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ അനങ്ങാതെ, മിണ്ടാതെ, നിശബ്ദരായി കടുവയുടെ വരവിന് വേണ്ടി കാത്തിരുന്നു. അല്ലെങ്കിൽ അവൻ്റെ ശബ്ദത്തിനും അനക്കത്തിനും വേണ്ടി കാത്തിരുന്നു. എത്ര സമയം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കടുവയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അവൻ്റെ അനക്കമോ അവൻ്റെ ശബ്ദമോ ഒന്നും തിരിച്ചറിയുവാൻ സാധിച്ചില്ല. നമ്മൾ മുന്നേ പറഞ്ഞ ആനറാഞ്ചി പക്ഷി പലപ്പോഴും അവനിരുന്ന മരത്തിൻ്റെ കൊമ്പിൽ നിന്നും താഴ്ന്നു പറക്കുകയും വീണ്ടും വീണ്ടും കീടങ്ങളെ കൊത്തി അത് നേരത്തെ ഇരുന്ന ആ കൊമ്പിലേക്ക് മടങ്ങുകയും ചെയ്തു. ചുറ്റുപാടും നിരീക്ഷിച്ചു. അവിടെ ഇവിടെയായി ചെടികളിലും മരത്തിൻ്റെ കൊമ്പുകളിലുമായി എല്ലാം ഇരിക്കുന്ന ചെറിയ ചെറിയ പക്ഷികൾക്കും ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. അവ അവരുടെ സ്വാഭാവികമായ കൃത്യങ്ങളിൽ ഏർപ്പെട്ടു. ഞങ്ങൾ ആ കടുവയ്ക്ക് വേണ്ടി അക്ഷമയോടെ കാത്തിരുന്നു. സമയം അതിവേഗം കടന്നുപോയി. സമയം കുറെ കൂടി കടന്നു പോയപ്പോൾ ഞാൻ കനകയോട് പറഞ്ഞു, ഞാൻ നിന്നെ കാടിൻ്റെ അതിർത്തി വരെ കൊണ്ടുവിടാം. കനകയ്യ പറഞ്ഞു, സാഹിബ് എൻ്റെ ഒപ്പം അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന കൂട്ടത്തിൽ ആ കടുവ ഇവിടേക്ക് മടങ്ങി എത്തിയാലോ എന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ വരാനൊരു സാധ്യതയുമില്ല എന്ന്. അങ്ങനെ ഞാനും കനകയ്യയും പതിയെ ആ പാറയുടെ പുറത്തു നിന്നും താഴേക്കിറങ്ങി. കനകയ്യ ഒന്നിനെയും പേടിക്കുന്നവനല്ല. അവനൊന്നിനെയും ഭയമില്ല. അവൻ്റെ കാതുകളും കണ്ണുകളും വനത്തിൽ മൂർച്ചയേറിയതാണ്. ചെറിയ ശബ്ദത്തിൽ നിന്ന് പോലും ഏതു മൃഗമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവനുണ്ട്. എന്നാൽ ഇപ്പോൾ
ഒരു പക്ഷേ അവന് തെറ്റുപറ്റിയതായിരിക്കാം. അവൻ കുറ്റിക്കാടുകൾക്കിടയിൽ കേട്ട അനക്കം കഴുതപ്പുലിയുടേത് ആകാൻ സാധ്യതയുണ്ടല്ലോ. കാരണം ഈ ഭാഗത്ത് നിറയെ കഴുതപ്പുലികളുണ്ട്. എൻ്റെ ചിന്തകൾ എന്നിൽ തന്നെ ഒതുങ്ങി. ഞാൻ ഒരക്ഷരം പോലും കനകയോട് പറഞ്ഞില്ല. കാരണം അവൻ ഈ വനത്തിലെ ഏറ്റവും മികച്ച ട്രാക്കറാണ്. അവൻ പലപ്പോഴും എന്നോട് പറഞ്ഞു, നിങ്ങൾ തിരികെ പൊയ്ക്കോളൂ, നീയും ഒറ്റയ്ക്ക് ഞാൻ പൊയ്ക്കോളാം വനത്തിൻ്റെ അതിരിലേക്ക്. അവിടെ ഗ്രാമത്തിലെ ആളുകളുണ്ടല്ലോ എൻ്റെ ഒപ്പം വന്നേ, അവരോടൊപ്പം ഞാൻ മടങ്ങി ഗ്രാമത്തിലേക്ക് തന്നെ പൊക്കോളാം, നിങ്ങൾ മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു. ഞാൻ അവനെ ഒറ്റയ്ക്ക് അയക്കുവാൻ ആഗ്രഹിച്ചില്ല. കാരണം അവൻ നിരായുധനാണ്. അവൻ്റെ മുന്നിലേക്ക് ആ കടുവ പ്രത്യക്ഷപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആ കടുവ അവനെ കൊന്നേക്കാം. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് ആ വനത്തിൻ്റെ അതിൽ വരെ കൊണ്ടുപോയി അവിടെ ഞങ്ങളുടെ വരവിന് വേണ്ടി കാത്തിരുന്ന ആളുകളുടെ അരികിലേക്ക് അവനെ കൊണ്ടുവിട്ടു. അതിനുശേഷം അവിടെ നിന്നും തിരികെ ഞാനിരുന്ന, അതായത് ആ പശു കിടന്ന ഭാഗത്തേക്ക് നടന്നു. പോകുന്നതിന് മുന്നേ ഞാൻ കനകയോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇരുവരും ഇവിടേക്ക് മടങ്ങി വരാതെ ഒരാൾ പോലും അവിടേക്ക് ഞങ്ങളെ തിരക്കി വരരുതെന്ന്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ തിരികെ നടന്നു. അപ്പോഴേക്കും പതിയെ വനത്തിലേക്ക് ഇരുട്ട് കടന്നു വരുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ചീവീടുകളുടെ അസഹനീയമായ ശബ്ദം വനത്തിൻ്റെ ഇരുവശത്തു നിന്നും എൻ്റെ കാതുകളിലേക്ക് തുളച്ചു കയറി. അല്പസമയത്തിന് ശേഷം ഞാൻ അവിടേക്ക് മടങ്ങിയെത്തിയിട്ടും ആ കടുവ അവിടേക്ക് വന്നതിൻ്റെ യാതൊരു ലക്ഷണവും എനിക്ക് കാണുവാൻ സാധിച്ചില്ല. ഞാൻ പതിയെ ആ പാറക്കല്ലിൻ്റെ മുകളിലേക്ക് കയറുകയും ആ കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുകയും ചെയ്തു. വീണ്ടും സമയം മുന്നിലേക്ക് നീങ്ങി. വനമായതുകൊണ്ട് തന്നെ ധാരാളം പ്രാണികളും കൊതുകുകളും ആ കുറ്റിക്കാടിലേക്ക് എത്തുകയും അസ്വസ്ഥമാക്കുകയും ചെയ്തു. വളരെ സുഖകരമല്ലാത്ത ഒരു ഇരിപ്പായിരുന്നു ആ കുറ്റിക്കാടിനുള്ളിൽ ഇരുന്നത്. പശുവിൻ്റെ ശവം കിടക്കുന്ന ഭാഗത്ത് ബ്ലൂ ബോട്ടിൽ ഫ്ലൈസ് കൂട്ടം കൂട്ടമായി എത്തുന്നുണ്ടായിരുന്നു. ഈ നീല ഈച്ച എന്ന് പറയുന്ന ഒരുതരം ഈച്ചയുണ്ട്. അത് പറന്ന് കൂട്ടം കൂട്ടമായി ആ ചത്ത് കിടക്കുന്ന പശുവിൻ്റെ ശരീരത്തിലേക്ക് വന്നിരിക്കുകയും അത് വല്ലാതെ മൂളുന്ന ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ ശബ്ദങ്ങളെല്ലാം കൂടിക്കലർന്ന ഒരു ഭയാനകമായ, ഒരു ഭീതിതരമായ അന്തരീക്ഷമായിരുന്നു ആ സമയത്ത് അവിടെ സൃഷ്ടിച്ചത്. എങ്കിലും എൻ്റെ കണ്ണുകൾ പോയത് അടുത്തുള്ള കുറ്റിക്കാടുകളിലേക്കായിരുന്നു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ കഥയിൽ പറഞ്ഞിരുന്നല്ലേ, ഇവിടെ നിന്നും കുറച്ചു മാറി ഒരു അരുവി കടന്നു പോകുന്നുണ്ടെന്ന്. അരുവിയുടെ താഴ്വരകളിൽ മൊത്തം വളർന്നു നിൽക്കുന്നത് കുറ്റിക്കാടുകളാണ്. അതും മുൾവർഗത്തിൽപ്പെട്ട കുറ്റിച്ചെടികൾ. ഞാൻ ഇരിക്കുന്ന പ്രദേശവും ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കരിവേല കുറ്റിച്ചെടികൾ കാണാൻ സാധിക്കും. നേരം ഇരുട്ടും തോറും ആ കുറ്റിച്ചെടികൾക്കിടയിലേക്ക് ചെറിയ ചെറിയ പക്ഷികൾ പറന്നു വരുന്നതും അവിടെ ചേക്കേറുന്നതും കാണാൻ സാധിച്ചു. ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കവേ കുറച്ച് സമയം മുന്നിലേക്ക് പോയപ്പോൾ ഒരു കുറ്റിക്കാടിൻ്റെ ഭാഗത്തു നിന്നും നിറയെ പക്ഷികൾ മുകളിലേക്ക് പറന്നുയരുകയും അടുത്തുള്ള വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ മറ്റും വന്നിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. അവരാകെ അസ്വസ്ഥമാണ്. ആ കരിവേല കുറ്റിക്കാടിനുള്ളിൽ നിന്നും പക്ഷികൾ ഇങ്ങനെ പറന്നുയരണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുവഴി ആ മൃഗം കടന്നു വന്നിരിക്കുന്നു. കടുവയായിരിക്കാം അവൻ്റെ ഇരയുടെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സാന്നിധ്യം വ്യക്തമാക്കുന്നതാണ് ഈ പക്ഷികളുടെ സന്ദേശം. ചന്ദ്രൻ എന്ന മാനത്ത് നേരത്തെ ഉദിച്ചിരുന്നു. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. മരങ്ങളുടെയും കുറ്റിക്കാടുകളുടെയും നിഴലില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നല്ല നിലാവ് പതിച്ചതുകൊണ്ട് തന്നെ അതുവഴി കടന്നു പോകുന്ന എല്ലാം വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ നൈറ്റ് ജാർ എന്ന പക്ഷി ചക് ചക് എന്ന ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങിയിരുന്നു. ഇരിക്കുന്ന ആ പാറക്കല്ലിൻ്റെ പുറകിൽ നിന്നും ഒരു മൂങ്ങ പതിയെ കരയുവാൻ തുടങ്ങി. അത് തുടർച്ചയായി അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇവ രണ്ടും ഒഴിച്ചു നിർത്തിയാൽ ചുറ്റുപാടും വളരെ ശാന്തമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂറോളം യാതൊരു അനക്കവും ഉണ്ടായില്ല. എനിക്ക് വളരെ ശക്തമായ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ ഉറക്കത്തിൻ്റെ പിടിയിലേക്ക് അമരാൻ പോകുകയാണ്. അതിൽ നിന്നും തെന്നി മാറുവാൻ വേണ്ടി ഞാൻ തീവ്രമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പതിയെ ഉറക്കത്തിൻ്റെ പിടിയിലേക്ക് അമരാൻ തുടങ്ങിയ സമയം 5 ഗജ അകലെ നിന്ന് ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. അതൊരു ഗർജിക്കുന്ന ശബ്ദമായിരുന്നു. അതൊരു വലിയ ആൺകടുവയുടെ ശബ്ദമായിരുന്നു. ആ ശബ്ദത്തോടു കൂടി കാട് മുഴുവൻ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. എല്ലാവരുടെയും മനസ്സിൽ ഭയവും ആകാംക്ഷയും നിറഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാടിൻ്റെ രാജാവ്, വനത്തിൻ്റെ ചക്രവർത്തി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കാടിനെ അറിയിക്കുകയാണ്, ശ്രദ്ധിക്കുക, മഹാരാജാവ് വരുന്നു. കുറച്ചു മാറി അങ്ങ് അകലെയായി ഒരു മാനിൻ്റെ 4ഓ 5ഓ തവണ അലാറം ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അത് കൃത്യമായി ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും എല്ലാം നിശബ്ദമായി, ശാന്തമായി. ഇപ്പോൾ കടുവ ഞങ്ങളിൽ നിന്നും 500 യാർഡ് അകലെയാണെന്ന്
ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ കേട്ട ആ ശബ്ദം വന്നിരുന്നത് 5 ഗജ് അകലെ നിന്നുമായിരുന്നില്ല, മറിച്ച് 500 യാർഡുകൾക്കപ്പുറത്തു നിന്നുമായിരുന്നു. 1 ഗജ് എന്നാൽ 1 യാർഡ് തികച്ചില്ല, 500 ഗജ് എന്നാൽ കൃത്യമായി പറയുകയാണെങ്കിൽ 497 യാർഡ്. ഉറക്കം അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ഇരിപ്പ് ഒന്ന് മാറ്റി, എൻ്റെ കാലുകൾ ഒന്ന് അയവ് വരുത്തി ഒന്ന് നിവർത്തി വെച്ചു, പിന്നെ ഒന്ന് മടക്കി. എൻ്റെ കാലുകളിലെ നരമ്പുകൾക്ക് അയവ് വരുത്തുവാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കുന്നത് എന്നിൽ ഒരു സുഖപ്രദമല്ലാത്ത ഇരിപ്പ് സമ്മാനിക്കും. അത് ചിലപ്പോൾ ഷൂട്ടിങ്ങിനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ സ്ഥാനചലനം വരുത്തി. കടുവയുടെ ശബ്ദം കേട്ടിരിക്കുന്നത് 500 യാർഡ് അകലെ നിന്നുമാണ്. ചിന്തിക്കുകയാണെങ്കിൽ കടുവയ്ക്ക് ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ വേണ്ടത് കൃത്യമായി പറഞ്ഞാൽ 10 മിനിറ്റിൽ താഴെ മതി. കുറച്ച് സമയം അങ്ങനെ പതിയെ മുന്നിലേക്ക് നീങ്ങി. എങ്ങും കനത്ത നിശബ്ദതയായിരുന്നു. ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും കൃത്യമായി പറഞ്ഞാൽ 50-60 യാർഡ് അകലെ നിന്നും ഒരു ഉരുളൻകല്ല് ഉരുണ്ടുപോകുന്ന ശബ്ദം വ്യക്തമായി കേട്ടു. അത് കേട്ടതും ഞാൻ കടുവ വരുവാൻ ആഗ്രഹിച്ച ദിശയിൽ നിന്നുമാണ് ഇപ്പോൾ ആ ശബ്ദം വന്നിരിക്കുന്നത്. അതായത് കടുവ ഇപ്പോൾ വരാൻ പോകുന്നത് ആ ദിശയിൽ കൂടിയാണ്. അതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. ആ ദിശയിലൂടെ കടുവ സഞ്ചരിച്ചു വരികയാണെങ്കിൽ അതിന് മറഞ്ഞു വരുവാൻ പറ്റിയ ഒരുപാട് കുറ്റിക്കാടുകൾ ആ പ്രദേശത്തുണ്ട്. അതിനാലാണ് കടുവ ആ വഴി വരുമെന്ന് ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ കടുവ ഇപ്പോൾ കടന്നു വരുവാൻ പോകുന്നത് ഇടതുവശത്തുകൂടിയായിരിക്കണം. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ രണ്ടാമത്തെ സൂചനയും എത്തി. അതായത് കരിവേല കുറ്റിക്കാടുകളിൽ നിന്നും ഒളിച്ചിരുന്ന പക്ഷികൾ ചിറകടിച്ച് മുകളിലേക്ക് പറന്നുയരുന്ന ആ കാഴ്ചയായിരുന്നു കണ്ടത്, അല്ലെങ്കിൽ ആ ശബ്ദമായിരുന്നു കേട്ടത്. അതായത് ഉരുളൻകല്ലുകൾ ഉരുണ്ടുമാറിയ ശബ്ദത്തിന് ശേഷം ഇത് രണ്ടാമത്തെ സൂചനയായിരുന്നു. പക്ഷികൾ പറന്നുയർന്നു അടുത്തുള്ള മരങ്ങളുടെ കൊമ്പുകളിലും മറ്റും ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ സൂക്ഷിച്ചു നോക്കുന്നത് ആ കുറ്റിക്കാടിലേക്കാണ്. അതും ഒരു സൂചന തന്നെയാണ്. കടുവ അവിടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ മറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചന. കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കടുവ പതിയെ വളരെ ശ്രദ്ധാപൂർവം അവിടെ നിന്നും നടന്നും നീങ്ങുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടു. കാരണം കൂടെ കുറ്റിക്കാടുകളിൽ നിന്നും ചെറിയ പക്ഷികൾ പറന്നുയരുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. കടുവ ഒരിക്കലും വളരെ വേഗം തൻ്റെ ഇരയിലേക്ക് അടുക്കില്ല. ചുറ്റുപാടുമുള്ള പ്രദേശം അവൻ അനുകൂലമാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അവൻ സംഭവം നടന്ന സ്ഥലത്തേക്ക്, അതായത് അവൻ ഇരയെ കൊണ്ടിട്ട സ്ഥലത്തേക്ക് എത്തുകയുള്ളൂ. കുറ്റിക്കാടുകളിൽ നിന്നും പറന്നുയർന്ന പക്ഷികൾ ആ കടുവയെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ എനിക്ക് നൽകി കഴിഞ്ഞിരുന്നു. ഇനിയും ഞാൻ കാത്തിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുവാൻ പോകുന്ന ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു. ആ ശക്തനായ ആൺപുലിയെ എൻ്റെ അടുത്ത് കാണാൻ പോകുന്ന നിമിഷത്തിന് വേണ്ടി റൈഫിലുകളും ടോർച്ചുകളും തയ്യാറാക്കി നിർത്തി ചുറ്റുപാടും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തികഞ്ഞ നിശബ്ദതയായിരുന്നു അവിടെയാകെ അലയടിച്ചത്. കുറച്ച് നിമിഷങ്ങൾ കൂടി കടന്നുപോയി. പക്ഷികളുടെ യാതൊരു അനക്കമോ ശബ്ദമോ ഒന്നും പിന്നീട് കേട്ടില്ല. അങ്ങനെ വീണ്ടും കുറച്ച് സമയം കൂടി പതിയെ മുന്നിലേക്ക് നീങ്ങിയപ്പോൾ വീണ്ടും കുറച്ച് പക്ഷികൾ പറന്നുയരുന്ന ശബ്ദം വ്യക്തമായി കേട്ടു. എന്നാൽ ഇത്തവണ പക്ഷികൾ പറന്നുയർന്നത് എൻ്റെ ഇടത് ഭാഗത്തു നിന്നുമായിരുന്നില്ല, മറിച്ച് വലതുവശത്തു കൂടിയായിരുന്നു. അതും ഏകദേശം 30-40 യാർഡ് അകലെ നിന്നും. ഇപ്പോൾ എന്നെ വല്ലാതെ ഒരു മൃഗത്തിൻ്റെ സാന്നിധ്യം അലട്ടുന്നു. അതും എൻ്റെ വലതുവശത്തു നിന്നുമാണ്. അതാ പെൺകടുവയായിരിക്കുമോ? എൻ്റെ സംശയം എന്നെ വല്ലാതെ പിടിമുറുക്കി. കാരണം ഇത്രയും താഴ്ന്ന സ്ഥലത്തിരുന്നു കൊണ്ട് 2 മൃഗങ്ങളുമായി അല്ലെങ്കിൽ 2 കടുവകളുമായി എനിക്ക് ഏറ്റുമുട്ടേണ്ടതായി വരുമോ? വലതുവശത്തുള്ള മൃഗം കുറച്ചുകൂടി അടുത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. കാരണം വീണ്ടും അവിടെ നിന്നും പക്ഷികൾ പറന്നുയരുന്ന ശബ്ദം ഞാൻ കേട്ടു. എനിക്ക് സൂചന ലഭിച്ചു. എന്നാൽ ഇടതുവശത്തുള്ള മൃഗം യാതൊരു ചലനവും കാണിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ കേട്ടത് ഒരു മൃഗത്തിൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദമായിരുന്നു. അത് എന്നിൽ നിന്നും വെറും 5-6 അടി അകലെ നിന്നുമായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ കഴുതപ്പുലി പാറക്കെട്ടിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ കഴുതപ്പുലി വളരെ ഭയന്നിരുന്നു, വളരെ പരിഭ്രാന്തനായിരുന്നു. അവൻ പരിഭ്രാന്തനായിരിക്കുവാൻ കാരണം അവൻ ചെയ്ത തെറ്റായിരുന്നു. ആ തെറ്റ് എന്തെന്നാൽ അവൻ വനത്തിൻ്റെ രാജാവിൻ്റെ ഇരയെ തിന്നാൻ വന്നിരിക്കുന്നു. പക്ഷേ എന്തു ചെയ്യും? വിശക്കുന്ന വയറിൻ്റെ പ്രശ്നമാണത്. അവൻ കുറച്ച് നിമിഷങ്ങൾ എൻ്റെ ദിശയിലേക്ക് നോക്കി. അതിനുശേഷം ഇരയുടെ അടുത്തേക്ക് നടന്നുപോയി. ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഭയമൊന്നും തോന്നിയില്ല.
കാരണം കഴുതപ്പുലിയുടെ സാന്നിധ്യം കൊണ്ട് കടുവ അവൻ്റെ ഇരയെ ഉപേക്ഷിച്ചു പോകില്ല. അതെനിക്കറിയാമായിരുന്നു. കടുവ അവൻ്റെ ഇരയെ കഴുതപ്പുലിയെ കൊണ്ട് കൊണ്ടുപോകുവാനും അനുവദിക്കില്ല. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി സന്തോഷവാനായിരുന്നു. കാരണം കഴുതപ്പുലി ഓടിപ്പോകുമ്പോൾ കടുവയുടെ വരവിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു സൂചന കൂടി കിട്ടും. രണ്ടാമതായി കഴുതപ്പുലി കടുവയുടെ ഇരയുടെ അടുത്തുള്ളത് കൊണ്ട് കടുവയ്ക്ക് അവിടെ മറ്റ് ഭീഷണികളൊന്നുമില്ലെന്ന് തോന്നുകയും ചെയ്യും. കഴുതപ്പുലിയുടെ പിൻഭാഗം എൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ റൈഫിലുകൾ താഴേക്ക് വെച്ചു. എൻ്റെ ടെൻഷൻ കുറച്ചു കുറഞ്ഞു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ ഇടതുവശത്തുള്ള ആ മൃഗം അവൻ എവിടെ പോയി? എനിക്ക് ഉറപ്പാണ് അതൊരു കടുവ തന്നെയായിരുന്നു. എൻ്റെ ഇടതുവശത്ത് നിന്നത് ഒരു കടുവ തന്നെയായിരുന്നു. ആ കടുവ ഇനിയും ഞങ്ങളെ കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ടോ? അവനൊട്ടും സാധ്യതയില്ല. കാരണം ഇടതുവശത്ത് വളരെ നല്ലപോലെ മറഞ്ഞിരിക്കുവാനുള്ള കുറ്റിക്കാടുകളുണ്ട്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കാണാനുള്ള സാധ്യത ഒട്ടുമില്ല. ഇനിയിപ്പോൾ മണത്ത് കണ്ടുപിടിച്ച് കാണുമോ? അതിനും യാതൊരു സാധ്യതയുമില്ല. കാരണം കടുവകൾക്ക് ഘ്രാണശേഷി വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവനൊരു പ്രേതത്തെ പോലെ ഇവിടെ കാണാം അപ്രത്യക്ഷമായത്. ഇപ്പോൾ കഴുതപ്പുലി ആ പശുവിൻ്റെ അരികിലേക്ക് വരികയും അതിനെ ഭക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവൻ വളരെ മോശമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ആ മാംസം വലിച്ചു കീറി തിന്നുന്നത്. അവൻ വളരെയധികം ധൃതിയിലാണെന്ന് തോന്നുന്നു. നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഓടിപ്പോവുകയും കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ആ ദിശയിൽ നിന്ന് വരും. കുറച്ചിരയെ കഴിക്കും, പിന്നെയും ഇത് ആവർത്തിക്കും. അവന് വളരെയധികം ധൃതി ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവൻ വളരെയധികം ഭയപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ഇപ്പോൾ അവൻ പശുവിൻ്റെ വയറ് തുറന്നു. അവനിപ്പോൾ അതിൻ്റെ കുടലും കരളും മറ്റവയവങ്ങളും ശബ്ദമുണ്ടാക്കി തിന്നുകയാണ്. പക്ഷേ ഒരു തവണ പോലും അവൻ ആ പശുവിൻ്റെ എല്ലുകൾ കടിച്ചു മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾപ്പിച്ചില്ല. അരമണിക്കൂറോളം കഴുതപ്പുലി ശബ്ദമുണ്ടാക്കി കഴിച്ചു. പക്ഷേ അതിനിടയിൽ ഒരിക്കൽ പോലും എല്ലുകൾ മുറിയുന്ന ശബ്ദം കേട്ടില്ല. അങ്ങനെ ശബ്ദമുണ്ടാക്കി അവൻ പതിയെ പതിയെ കഴിച്ചു നിന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ വേഗം തന്നെ കഴിപ്പ് അവസാനിപ്പിച്ച് ദൂരേക്ക് ഓടിയകന്നു. കടുവ വരാൻ സമയമായിരിക്കുന്നു. അവൻ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഭയന്നുകൊണ്ടായിരിക്കണം ഇവിടെ നിന്നും ഓടിയകന്നത്. ഇനിയും ഏതു നിമിഷവും ഇരയുടെ അരികിലേക്ക് ആ കടുവ എത്തിയേക്കാം. നേരം പുലർന്നു വന്നു. എന്നിട്ടും ആ കടുവ മാത്രം അവിടേക്ക് വന്നില്ല. അവൻ ഞങ്ങളിൽ വളരെ അടുത്ത് വരെ എത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇവിടേക്ക് എത്താഞ്ഞത്? അവൻ എന്തുകൊണ്ടാണ് ഇവിടെ നിന്നും ഓടിപ്പോയത്? അല്ലെങ്കിൽ അകന്നു വിട്ടുപോയത്? അവൻ എന്നെ കേട്ടതുമില്ല, കണ്ടതുമില്ല, മണത്തതുമില്ല. എനിക്ക് ഉറപ്പാണ്. നേരം പുലർന്നു വന്നപ്പോൾ ഞാൻ റൈഫിലെടുത്തു. പതിയെ ആ പാറയുടെ പുറത്തു നിന്നും താഴേക്കിറങ്ങി ഗ്രാമം ലക്ഷ്യമാക്കി നടക്കുവാനും തുടങ്ങി. 50 യാർഡ് അകലെ എത്തിയപ്പോൾ കടുവയുടെ ട്രാക്കുകൾ കണ്ടെത്തി. തലേന്ന് രാത്രിയിൽ കല്ലുകൾ ഉരുണ്ടുവരുന്നു എന്ന ശബ്ദം കേട്ടുവെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ ഭാഗമായിരിക്കണം ഇത്. ചുറ്റുപാടും ഒന്നുകൂടി നിരീക്ഷിച്ചു. കാൽപ്പാടുകൾ ഒന്നുകൂടി കൃത്യമായി പരിശോധിച്ചു. അവൻ നേരത്തെ അവിടെ പിടികൂടി കൊണ്ടിട്ട പശുവിൻ്റെ അരികിലേക്ക് നടന്നു വരുവാൻ തുടങ്ങിയതാണ്. ആ കാലടയാളങ്ങൾ കൃത്യമായി അത് തന്നെയാണ് പറയുന്നത്. കാലടയാളം കണ്ടെത്തിയ ഭാഗത്തു നിന്നും അവൻ 20 യാർഡുകൾ കൂടി ഇരയുടെ അരികിലേക്ക് സഞ്ചരിച്ചിരുന്നു. പിന്നീട് അവിടെ നിന്നും പെട്ടെന്ന് അതുവഴി ഒഴുകുന്ന തോടിൻ്റെ മറുകരയിലേക്ക് മുകളിലേക്ക് കയറി പോകുകയായിരുന്നു. അവനിപ്പോൾ ദിശ മാറി മുകളിലേക്ക് പോയ ഭാഗത്തു നിന്നും 30 യാർഡുകൾ അകലെയായിരുന്നു ഞാൻ ഒളിച്ചിരുന്നത്. ഞാൻ ആ പ്രദേശമാകെ മറ്റ് കാലടയാളങ്ങൾക്ക് വേണ്ടി തിരഞ്ഞു. അതായത് ഒരു പെൺകടുവയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നില്ലേ, അതിൻ്റെ കാലടയാളങ്ങളായിരുന്നു ഞാൻ അവിടെ തിരഞ്ഞത്. എന്നാൽ അത് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ മറ്റൊരു പഗ് മാർക്ക് ഞാൻ കണ്ടെത്തി. അതേതാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. തലേന്ന് രാത്രിയിൽ നമ്മൾ കണ്ട ആ കഴുതപ്പുലിയുടെ പഗ് മാർക്ക് തന്നെയായിരുന്നു. ഞാൻ വീണ്ടും അവിടെ നിന്ന് നടന്നു. ചത്തുകിടന്ന പശുവിൻ്റെ അരികിലേക്ക് ചെന്നു. ഞാൻ തലേന്ന് മറഞ്ഞിരുന്ന ആ പാറക്കലിൻ്റെ പുറത്തേക്ക് കയറി. അവിടെ ഞാൻ വെച്ചിരുന്ന ടോർച്ചും എൻ്റെ കുഷ്യനും എടുത്തു. പിന്നീട് ഞാൻ പോയത് മിസ്റ്റർ ബി ഇരുന്ന മച്ചാൻ്റെ അരികിലേക്കാണ്. ആദ്യ പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു 2 പശുക്കളെ ആയിരുന്നു ആ കടുവ ആക്രമിച്ചത്. ഒന്നിൻ്റെ അരികിൽ മച്ചാൻ കിട്ടി മിസ്റ്റർ ബി അവിടെ കാത്തിരുന്നു. രണ്ടാമത്തെ പശുവിനെ വലിച്ചുകൊണ്ട് പോയെടുത്ത് ഞാനും കനകയെയും കൂടി പോയി. ഞാനിപ്പോൾ മിസ്റ്റർ ബിയുടെ അരികിലേക്ക് മടങ്ങിയെത്തി. മിസ്റ്റർ ബി മച്ചാനിരിക്കുന്നത് വളരെ കൃത്യമായും വ്യക്തമായും എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ മച്ചാന് താഴെ കടന്നിരുന്ന പശുവിനെ വലിച്ചിടിച്ച നിലയിലാണ് ഞാൻ കണ്ടെത്തിയത്. അതിൻ്റെ മാംസഭാഗങ്ങൾ ഏറെക്കുറയും കടുവ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ മിസ്റ്റർ ബിയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. തലേന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് ഉറക്കം വന്നു എന്നും അറിയാതെ മയങ്ങിപ്പോയെന്നും അയാൾ പറഞ്ഞു. പിന്നെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നോക്കുമ്പോൾ മച്ചാന് താഴെ
ആ പശുവിൻ്റെ ശരീരം ഉണ്ടായിരുന്നില്ല. അത് അവിടെ നിന്നും വലിച്ചിഴച്ചുകൊണ്ട് എങ്ങോട്ടോ ആ കടുവ കൊണ്ടുപോയിരുന്നു. പിന്നീട് ഇരുട്ടിൽ എവിടെ നിന്നോ എല്ലുകൾ ഒടിയുമ്പോഴുണ്ടാകുന്ന ശബ്ദം വളരെ വ്യക്തമായി കേട്ടുവെന്നും മാച്ചാണിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞു. ഞാൻ ആ കടുവ വലിച്ചിഴച്ച ആ പശുവിൻ്റെ അരികിലേക്ക് നടന്നു. മച്ചാൻ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഏറെക്കുറെ മാറിയ രീതിയിലായിരുന്നു ആ പശുവിൻ്റെ ശരീരം അവിടെ കിടന്നിരുന്നത്. ചുറ്റുപാടും നല്ല രീതിയിൽ ഞാൻ പരിശോധിച്ചു. അവിടെ നിന്നും 20 യാർഡ് അകലെ വരെ ആ കടുവയുടെ പക്മാർക്കുകൾ വളരെ വ്യക്തമായി എനിക്ക് കാണാൻ സാധിച്ചു. കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നും എനിക്കൊരു കാര്യം വ്യക്തമായി. തലേന്ന് രാത്രിയിൽ എൻ്റെ അരികിൽ വരെ നടന്നു വന്ന ആ കടുവയുടെ അതേ കാലടയാളങ്ങൾ തന്നെയാണ് ഇവിടെയും എനിക്ക് കാണാൻ സാധിച്ചത്. മാംസത്തിൻ്റെ കുറേ ഭാഗം അവൻ ഭക്ഷിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് കാര്യം വ്യക്തമായി. ആദ്യം അവൻ ഒരുപക്ഷെ നടന്നു വന്നിരിക്കുക അവൻ കുറ്റിക്കാടിൽ മറച്ചു വെച്ചിരുന്ന, അതായത് ഞാൻ കാവലിരുന്ന ആ പശുവിൻ്റെ അരികിലേക്കായിരിക്കാം. പെട്ടെന്ന് എന്തോ കാരണം കൊണ്ട് അവൻ മനസ്സ് മാറ്റി അതിനുശേഷമായിരിക്കാം അവൻ ഇവിടേക്ക് നടന്നെത്തിയത്. അതിന് ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ കനകയെയും സംഘവും കടുവ പിടിച്ചുകൊണ്ടുപോയ ആ പശുവിനെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി ആ കടുവ വലിച്ചിടിച്ചു കൊണ്ടുപോയ പാടിനെ ട്രാക്ക് ചെയ്ത് പോയപ്പോൾ ആ കടുവ അവിടെ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് കാണണം. പിന്നീട് കനകയും സംഘവും എൻ്റെ അരികിലേക്ക് എന്നെ ഈ വിവരം അറിയിക്കുവാൻ വന്ന സമയം കുറ്റിക്കാടിന് മറവിലിരുന്ന ആ കടുവ ആ പശുവിൻ്റെ ശരീരം അവിടെ നിന്നും വലിച്ചിടിച്ചുകൊണ്ട് ആ പാറക്കെട്ടുകൾ നടന്ന സ്ഥലത്തേക്ക് ആ കുറ്റിക്കാടിൻ്റെ മറവിലേക്ക് കൊണ്ടിട്ടതായിരിക്കാം അവന് സുരക്ഷിതമായി ഇരുന്ന് ഭക്ഷിക്കുവാൻ വേണ്ടി. അത് കഴിഞ്ഞ് അവൻ അവിടെ എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു കുറ്റിക്കാടിൽ സുരക്ഷിതമായി ഇരുന്ന് കാണണം. കടുവകൾ സാധാരണമായി പകൽ സമയങ്ങളിൽ ഇരകളെ ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് പോകാറില്ല. പുള്ളിപ്പുലികൾ ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും കനകയും ആ വനത്തിനുള്ളിലേക്ക് അവനെ തിരിഞ്ഞു പോയതും ആ പശുവിൻ്റെ അരികിൽ ആ വലിയ പാറക്കെട്ടിൻ്റെ മുകളിലുള്ള കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരുന്നതുമെല്ലാം അവൻ കണ്ടിരിക്കാം. ആ കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞായിരിക്കാം അവൻ ഇവിടേക്ക് വരാതെ അവൻ ആദ്യം പിടിച്ചിട്ട ഈ പശുവിൻ്റെ അരികിലേക്ക് പോയതും അതിനെ അവൻ ആവോളം ഭക്ഷിച്ച് അവൻ്റെ വിശപ്പടക്കിയതും. ഞാൻ ചിന്തിച്ചതുപോലെ ഞാൻ ചെയ്തില്ല. അതാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം. രണ്ടാമത്തെ പശുവിനെ അവിടെ നിന്നും മാറ്റണമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത്? കാരണം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കടുവ ഈ ഇരയിൽ നിന്നും മറ്റേ പശുവിൻ്റെ അടുക്കിലേക്ക് പോകുമായിരുന്നു. അവിടെ ആ പശുവിനെ കണ്ടില്ലെങ്കിൽ അവൻ തിരികെ വരുമായിരുന്നു. ഇവിടെ കഴുതപ്പുലിയെ കണ്ടാൽ അവൻ കൂടുതൽ ദേഷ്യത്തോടെ ഉഗ്രമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഇരയുടെ അരികിലേക്ക് പാഞ്ഞു വരുമായിരുന്നു. ഇപ്പോൾ ഒരു വഴി മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. ഒരു ബീറ്റർ സംഘത്തെ സംഘടിപ്പിക്കുക. ഞാൻ ഇരുന്ന തോടിന് കുറച്ചകലെയായി മറ്റൊരു തോടുണ്ടായിരുന്നു. അതിനപ്പുറം ഒരു ഞാവൽ മരവും അതിൻ്റെ അപ്പുറം വിടതൂർന്ന വനവും 2 തോടുകളും ഉണ്ടായിരുന്നു. വിടതൂർന്ന കുറ്റിക്കാടുകളുള്ള വനമാണ്. പക്ഷേ അവിടെ വലിയ മരങ്ങളൊന്നുമില്ല. അപ്പുറത്തുള്ള തോടിനടുത്ത് കുറച്ച് വെള്ളക്കെട്ടുണ്ട്. അതിൽ വെള്ളവുമുണ്ട്. ഒരുപക്ഷെ കടുവ ഇവിടെ നിന്നും ഇരയെ കഴിച്ചതിന് ശേഷം പോയിരിക്കുക അവിടേക്കായിരിക്കാം. ആ വെള്ളക്കെട്ടുകളിൽ തീർച്ചയായും പോയിട്ടുണ്ടാകും. ഭക്ഷണം കഴിച്ചതിന് ശേഷം കടുവകൾക്ക് അല്പം ആലസ്യമുണ്ടാകും. അവൻ അധിക ദൂരം ഇവിടെ നിന്ന് പോകില്ല. ഈ 2 തോടുകൾക്കും ഇടയിലുള്ള എവിടെയെങ്കിലും ആയിരിക്കാം ആ കടുവ ഇപ്പോൾ വിശ്രമിക്കുന്നത്. എൻ്റെ പദ്ധതി ഇതായിരുന്നു. 2 തോടുകളുടെയും കൂടിച്ചേരുന്ന സ്ഥലത്ത് ഞാനിരിക്കും. 10 പേരടങ്ങുന്ന ഒരു സംഘത്തെ ഓരോ തോടിൻ്റെയും അടുത്തേക്ക് അയക്കും. അവർക്ക് ഒരു സൂചന നൽകും. അത് കിട്ടിയാൽ ഉടനെ തന്നെ അവർ വലിയ ശബ്ദത്തോടെ ആ കാട് ഇളക്കി മറിക്കണം. വലിയ പെരുമ്പറകളുടെയും ചെണ്ടകളുടെയും ഉച്ചത്തിലുള്ള അലർച്ചകളുടെയും അകമ്പടിയോടെ കാടിനെ വിറയൽ കൊള്ളിക്കണം. അങ്ങനെ അവിടെ നിന്നും കടുവ ഭയന്ന് മറ്റു ദിശയിലേക്ക് പോകും. അവിടെ നിൽക്കുന്ന ബീറ്റർ സംഘവും ഇതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കി തോടുകളിലേക്ക് കല്ലുകളും മറ്റും വലിച്ചെറിഞ്ഞ് ആ കടുവയെ മുന്നിലേക്ക് നീക്കണം. അങ്ങനെ ആ കടുവ പാഞ്ഞു വരുന്നത് എൻ്റെ തോക്കിൻ്റെ മുന്നിലേക്കായിരിക്കും. ബീറ്റർ സംഘത്തെ സംഘടിപ്പിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 1000 യാർഡ് അകലെ നിന്നുമാണ്. എൻ്റെ പദ്ധതികളെല്ലാം പറഞ്ഞു. മിസ്റ്റർ ബി എൻ്റെ അരികിലേക്ക് വന്നു. മിസ്റ്റർ ബിക്ക് രാത്രിയിൽ ഉറങ്ങിപ്പോയതിന് വളരെ ഖേദമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മച്ചാൽ കെട്ടി അതിലിരുന്ന് വേട്ടയാടി വലിയ പരിചയമൊന്നുമില്ല. മച്ചാനിലിരുന്ന് പരിചയമില്ലാത്ത ഒരാൾക്ക് ഉറക്കം വരുന്നത് സ്വാഭാവികമാണ്. കടുവ അവൻ്റെ ഇരയെ മാറ്റുമ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് മാറ്റുന്നത്. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ. അവൻ ഇരയെ മാറ്റുന്ന സ്ഥലത്ത് കല്ലുകളോ ഉണങ്ങിയ ഇലകളോ ഇല്ലെങ്കിൽ
ചുറ്റുപാടും തികഞ്ഞ നിശബ്ദമായിരിക്കും. ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കില്ല. മിസ്റ്റർ ബിയോട് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബീറ്റർ സംഘത്തെ സംഘടിപ്പിക്കുവാൻ വേണ്ടി നമുക്കും ഗ്രാമങ്ങളിലേക്ക് പോയാലോ എന്ന്. നമ്മൾ കൂടി പോകുമ്പോൾ അതിവേഗം ബീറ്റർ സംഘത്തെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടേക്ക് മടങ്ങിയെത്താം. ഞാൻ തലയാട്ടി പോകാമെന്ന് സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പോൾ വല്ലാതെ വിഷമിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, സമാധാനപ്പെടുത്തി. ഒട്ടും വൈകാതെ തന്നെ ഞങ്ങൾ ഗ്രാമത്തിലെത്തിച്ചേർന്നു. അവിടെ നിന്നും ധാരാളം ചായ ഞങ്ങൾ കുടിച്ചു. ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ആളുകൾ ധാരാളം ഹലുവകൾ ഉണ്ടാക്കി. അതും ഞങ്ങൾ കഴിച്ചു. കടുവയെ കൊന്നിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് വിളമ്പാനുള്ള ഹലുവയായിരുന്നു അത്. കനികയ്ക്ക് ഉറപ്പായിരുന്നു, ഇന്ന് രാത്രിയിൽ തീർച്ചയായും ഞാൻ ആ കടുവയെ കൊല്ലുമെന്ന്. അദ്ദേഹം അത് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. ബി അവിടെ ഇരിക്കുമ്പോഴും തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് അവരോടെല്ലാം ഏറ്റു പറഞ്ഞു. ഞങ്ങളതൊന്നും വലിയ കാര്യമാക്കിയില്ല. ഞങ്ങളതെല്ലാം പെട്ടെന്ന് മറന്ന് വീണ്ടും ഉത്സാഹത്തിലായി. ഞങ്ങൾക്ക് വിജയിക്കുമെന്ന് പൂർണ്ണമായ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ കഴിയുമെങ്കിൽ ആ കടുവകളെ ജീവനെടുക്കണം. ബീറ്റർ സംഘത്തെ തയ്യാറാക്കി. ഗ്രാമത്തിലെ ഓരോ യുവാക്കളും ഞങ്ങൾക്കൊപ്പം വരാൻ തയ്യാറെടുത്തു. കുട്ടികളെയും വൃദ്ധന്മാരെയും ഞങ്ങൾക്കൊപ്പം വരുന്നതിൽ നിന്നും മാറ്റി നിർത്തുവാൻ ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടു. കാരണം അവരും ഞങ്ങൾക്കൊപ്പം വനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയ ബീറ്റർ സംഘത്തെ 2 ടീമാക്കി മാറ്റി. ഒരു ടീമിൻ്റെ പൂർണ്ണമായ ചുമതല ഞങ്ങൾ കനകയ്ക്ക് നൽകി, മറ്റേതിനെ പ്രജയ്ക്കും നൽകി. അങ്ങനെ 2 ടീമിനോടും ഞങ്ങൾ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി. ഞങ്ങൾ ആ തോടിൻ്റെ ഭാഗത്തേക്ക് ഞാനും മിസ്റ്റർ ബിയും പോയിരുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ അനക്കമുണ്ടാക്കി ബഹളം വെച്ച് കാണിളക്കാവുള്ളൂ എന്ന് അവർക്ക് നിർദ്ദേശം നൽകി. നമ്മൾ ഈ ബീറ്റർ സംഘത്തിൽ ഒരു ടീമിൽ 4 പേരുണ്ടെങ്കിൽ പോലും കാര്യം നടക്കുമായിരുന്നു. കാരണം ഇവിടെ ആ കടുവയ്ക്ക് പോകാൻ ഒരേ ഒരു ദിശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു ദിശയിലേക്കും അവന് പോകാൻ സാധിക്കുകയില്ല. പക്ഷേ കടുവ ആൺകടുവയാണ്, ശക്തനാണ്. അത് അത്രയും അധികം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവനെ നിസാരനായി കാണാത്തത്. അതുകൊണ്ടാണ് ആ ബീറ്റർ സംഘത്തിൽ കൂടുതൽ ആളുകളെ ഞാൻ വെച്ചത്. കൂടുതൽ ആളുകളെ ഒരു ബീറ്റർ സംഘത്തിൽ സംഘടിപ്പിച്ച് വെക്കുമ്പോൾ കടുവയുടെ ആക്രമണത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് ആ ആളുകളുടെ സുരക്ഷയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടായിരുന്നു. ഞാനും വിയും ആ തോടിൽ നിന്നും 20 യാർഡ് അകലെ പൂർണ്ണ സജ്ജമായി കടുവയുടെ വരവിന് വേണ്ടി കാത്തിരുന്നു. 1 മണിക്കൂറിലധികം ബീറ്റർ സംഘം കാടിളക്കി അവിടെ മുഴുവൻ നടന്നു. അതിന് ലഭിച്ച ഫലം ഒരു കഴുതപ്പുലി മാത്രമായിരുന്നു. കടുവയുടെ യാതൊരു അടയാളങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഞാവൽ മരത്തിനടുത്ത് നിന്ന് പരസ്പരം സംസാരിക്കുമ്പോൾ കടുവ താഴെ വനത്തിൽ നിന്നും ഗർജിച്ചു. അതായത് അവൻ ഞങ്ങളിൽ നിന്നും ഏകദേശം 1000 യാർഡ് അകലെയായിരുന്നു. അവൻ അവിടെ പറയാതെ പറയുകയായിരുന്നു, നിങ്ങൾ എന്നെ എവിടെയാണ് തിരയുന്നത്? ഞാൻ നിങ്ങളെ ഇവിടെയാണ് കാത്തിരിക്കുന്നത് എന്ന്. കടുവ അവൻ്റെ തന്ത്രപരമായ കഴിവിൽ ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവൻ വ്യക്തമാക്കി. ഇനിയും ഞങ്ങൾ കാത്തിരിക്കേണ്ടത് അവനൊരു ഇരയെ പിടിക്കുന്നത് വരെയാണ്. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് നല്ല ദീർഘമേറിയ കാത്തിരിപ്പായിരുന്നു. അടുത്ത 22 ദിവസത്തോളം പാലാഷ്കട്ടിൽ ആ കടുവയുടെ യാതൊരു ഇരപിടുത്തവും ഉണ്ടായില്ല. എന്നാൽ അവൻ പിടിച്ച എല്ലാ ഇരകളും പലാഷ്കട്ടിൽ നിന്നും 20 മൈലുകൾ അകലെയായിരുന്നു. ദൂരം വളരെ കൂടുതലായതുകൊണ്ട് വാർത്ത എൻ്റെ അടുത്തേക്ക് എത്താൻ സമയമെടുത്തു. അതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. പലതവണ ആ കടുവ ഗ്രാമത്തിനടുത്ത് വന്നു. 2-3 കിലോമീറ്റർ അകലെ നിന്നും അവൻ ഗർജിക്കുമ്പോൾ ഗ്രാമവാസികൾ ആ ശബ്ദം കേൾക്കുകയും പെൺകടുവ അതിന് വിളി കേൾക്കുന്നതും അവർ കേട്ടിരുന്നു. ഞാൻ ഈ കന്നുകാലി പിടിയനായ കടുവയെ പിടിക്കുവാൻ വേണ്ടി ധാരാളം എരുമകളെ കെട്ടിയിട്ടു. പക്ഷേ ആ കടുവ ഞാൻ കെട്ടിയിട്ട ഒരു എരുമയെപ്പോലും പിടിക്കുവാൻ തുനിഞ്ഞില്ല. എന്നാൽ ഞാൻ ആൺകടുവയ്ക്ക് വേണ്ടി കെട്ടിയിട്ട കെണിയിൽ വന്ന് വീണത് ആ പെൺപുലിയായിരുന്നു. ഞാൻ കെട്ടിയതിൽ നിന്നും ഒരു എരുമയെ ആ പെൺകടുവ പിടിച്ചു കൊന്നു. അവിടെ കണ്ട കാലടയാളങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. അതിൽ നിന്നുമാണ് അത് ആ പെൺകടുവയാണെന്ന് മനസ്സിലാക്കിയത്. അത് പിടിച്ചുകൊണ്ടുപോയ എരുമയെ അതിന് തന്നെ വിട്ടുകൊടുത്തു. ആവോളം ആഹരിക്കുവാൻ വേണ്ടി വിട്ടുകൊടുത്തു. കാരണം അതിനെ കൊല്ലുവാൻ ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഈ കടുവ പിടിച്ചത് എല്ലാ വളർത്തുമൃഗങ്ങളെയും പകൽ വെളിച്ചത്തിലാണ്. ഇപ്പോൾ ഗ്രാമത്തിനടുത്ത് വളരെയധികം വളർത്തുമൃഗങ്ങളുണ്ട്. എല്ലാവരെയും ശ്രദ്ധിക്കാൻ സാധ്യമല്ലല്ലോ. ഗ്രാമവാസികൾ അവരുടെ നല്ല മൃഗങ്ങളെ സംരക്ഷിച്ചു.
ഒരു വേലി കെട്ടി കാടിറങ്ങി വരുന്ന മൃഗങ്ങളെ അവരുടെ വീടുകളിൽ തന്നെ പാർപ്പിച്ചു. വളരെ കുറച്ച് മൃഗങ്ങളെ മാത്രമാണ് വനത്തിൻ്റെ അതിർവരമ്പുകളിൽ മേയാൻ വിട്ടിരുന്നത്. ഞാൻ ആ ഗ്രാമത്തിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങളിലൂടെ രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്തിയിരുന്നു. 20 മൈലോളം ഞാൻ രാത്രിയിൽ പെട്രോളിംഗ് ചെയ്യുമായിരുന്നു. എന്നാൽ ഈ വലിയ ആൺകടുവ വളരെ ശ്രദ്ധാലുവും തന്ത്രശാലിയുമായിരുന്നു. ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഒരു മൃഗത്തെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറച്ചു കാലത്തേക്ക് അവൻ ആ ഭാഗത്തേക്ക് വരികയില്ലായിരുന്നു. മറ്റിടങ്ങൾ തേടി പോകുമായിരുന്നു. അവൻ വരാനിടയുണ്ട് എന്ന് കരുതപ്പെടുന്ന ജലസ്രോതസ്സുകളിലെല്ലാം ഞാൻ പോയിരുന്നു. എന്നാൽ ഒരു ജലസ്രോതസ്സുകളിലും അവൻ വന്നിരുന്നില്ല. എൻ്റെ അറിവിൽ ഒരു തവണ മാത്രമാണ് ആ കടുവ ഇരയുടെ അരികിലേക്ക് മടങ്ങി വന്നത്. ആ ഒരു അവസരമാണ് മിസ്റ്റർ ബി ഉറങ്ങിക്കളഞ്ഞത്. എന്നാൽ കടുവയ്ക്ക് അവൻ പിടിക്കപ്പെടാൻ പോകുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഒരു ദിവസം അവൻ 5 പശുക്കളെ കൊന്നു. മൃഗങ്ങളെ പരിഭ്രാന്തനാക്കി അവൻ ആക്രമിച്ച മൃഗങ്ങളൊന്നും ഓടി രക്ഷപ്പെടില്ല. 5 എണ്ണത്തിനെയും കൊന്നു, ഒന്നിനെയും തിന്നില്ല. ഇതുവരെയും അവൻ 3 മാസത്തിനിടയിൽ ഏകദേശം 70 മൃഗങ്ങളെയാണ് കൊന്നു തള്ളിയത്. പക്ഷേ ഇപ്പോൾ അവൻ്റെ സാന്നിധ്യം വീണ്ടും പാലാഷ്കട്ടിനടുത്ത് അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ വീണ്ടും ഗ്രാമത്തിലെത്തി. അവിടെ ഒരു ചെറിയ നാട്ടുകൂട്ടം സംഘടിപ്പിച്ചു. ഞാൻ അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ ഈ വനഭാഗത്തെല്ലാം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ആ കടുവ പിടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി അവനെ വെടിവെച്ച് കൊല്ലുവാൻ സാധിക്കുക? നിങ്ങളൊരു കാര്യം ചെയ്യും, വനത്തിലും വയലിലും ഗ്രാമത്തിൻ്റെ അതിർവരമ്പുകളിലും എല്ലാം അലഞ്ഞു നടക്കുന്ന നിങ്ങളുടെ കന്നുകാലികളെ അല്ലെങ്കിൽ നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇരകളെ കിട്ടാതാകുമ്പോൾ ആ കടുവയ്ക്ക് നല്ല വിശപ്പുണ്ടാകും. അപ്പോൾ അവൻ ഇര തേടി വനമിറങ്ങി പുറത്തേക്ക് വരും. അപ്പോൾ ഞാൻ അവനുള്ള ഒരു എരുമയെ കെണിയായി കെട്ടിവെക്കും. മാസങ്ങളായി ഞാൻ ആ കടുവയുടെ പിന്നാലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയുടെ ഒരു ഭാഗത്തു നിന്നും ആ കടുവ ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഒരു വഴി എനിക്ക് തിട്ടമായി അറിയാമായിരുന്നു. ഗ്രാമവാസികൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എല്ലാവരും പശുക്കളെയും എരുമകളെയും ഒരു സ്ഥലത്ത് കൂട്ടി തൊഴുത്തിൽ കൂട്ടി ചിലതിനെ കെട്ടിയിട്ടു. ചുറ്റും തീയിട്ടു. ആളുകൾ കാവൽ നിന്നും ശബ്ദമുണ്ടാക്കി. കാരണം കടുവ വളരെ ധൈര്യശാലിയാണ്. അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തീയിടുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന്. അല്ലെങ്കിൽ അവൻ എരുമകളുടെ തൊഴുത്തുകളിൽ പോലും ആക്രമണം നടത്തും. ഗ്രാമത്തിൽ നിന്ന് 3 മൈൽ താഴെ കാടിൻ്റെ അതിർത്തിയിൽ ഒരു ഫയർ ലൈൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അതൊരു പേരിന് മാത്രമാണ് ഫയർ ലൈൻ. അതിൻ്റെ ശുചീകരണം നടത്തിയിട്ടില്ല. അതിൽ മുഴുവൻ കാട് വളർന്നിരുന്നു. എന്നാൽ അവിടെ നിന്ന് 3 യാർഡ് അകലത്തിൽ കാടില്ലാത്ത ഒരു ഭാഗമുണ്ടായിരുന്നു. ഈ 3 യാർഡ് നീളമുള്ള ഭാഗത്തിൻ്റെ ഒരറ്റം ഒരു ഉണങ്ങിയ തോടിലേക്കാണ് വന്നു ചേരുന്നത്. മറ്റേ അറ്റം പാലാഷ്കാട്ടിലെ വളർത്തുമൃഗങ്ങളെ മേയാൻ കൊണ്ടുവരുന്ന ഒരു വലിയ മൈതാനത്തിലേക്കും. ഈ പ്രദേശത്ത് എനിക്ക് കടുവയുടെ കാൽപ്പാടുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു കടുവ വരുന്നത് ഇതുവഴി തന്നെ ആയിരിക്കുമെന്ന്. ഈ ഉണങ്ങിയ തോട് ഫയർ ലൈനുമായി വന്ന് ചേരുന്നിടത്ത് ഒരു മരപ്പാലവും അവിടെ ഒരു മരവും ഉണ്ടായിരുന്നു. ആ മരത്തിൽ ഒരു മച്ചാൻ ഉണ്ടാക്കിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മരത്തിന് പിന്നിലായി ഒരു ഇടുങ്ങിയ പാതയുണ്ടായിരുന്നു. മരത്തിൻ്റെ അടുത്ത് തന്നെ എരുമയെ കെട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. ആ പാതയുടെ മറ്റേ വശത്തുള്ള വനത്തിലാണ് കടുവ 5 പശുക്കളെ കൊന്നത്. ഇപ്പോൾ ആ പശുക്കളുടെ ജഡം കഴുതപ്പുലികളും കുറുക്കന്മാരും കഴുകന്മാരും തിന്നിരിക്കുന്നു. പക്ഷേ കുറച്ച് വലിയ എല്ലുകൾ ഇപ്പോഴും ആ പ്രദേശത്ത് ചിതറിക്കിടക്കുന്നുണ്ട്. ഫയർ ലൈനിൻ്റെ മറ്റേ അറ്റത്ത് 1/2 മൈൽ അകലെ കുറ്റിക്കാടുകളുള്ള വനവും അതിനുശേഷം വയലുകളും കൃഷിയിടങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. 3-ാമത്തെ വൈകുന്നേരം ഞങ്ങളുടെ നാട്ടുകൂട്ട യോഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ മച്ചാനിൽ വന്നിരുന്നു. അവിടെ നിന്നും കുറച്ചു മാറി ഒരു കുറ്റിയിൽ എരുമയെ കെട്ടിയിട്ടു. എരുമയെ കെട്ടിയിട്ട കയറിന് നല്ല നീളമുള്ള കയറും അതുപോലെ തന്നെ വലിയ വണ്ണമില്ലാത്ത കയറുമായിരുന്നു. അങ്ങനെ ചെയ്യുവാൻ കാരണം ഇതൊരു കെണിയാണെന്ന് ഒരിക്കലും ആ കടുവ അറിയരുത്. ഈ കയറ് അതിൻ്റെ ദൃഷ്ടിയിലും പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ മച്ചാനിലിരിക്കുകയായിരുന്നു, ചുറ്റുപാട് നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട്. അപ്പോഴാണ് 1 മൈൽ അകലെ നിന്നും കടുവയുടെ ഗർജനം ഞാൻ കേട്ടത്. മറ്റേ വശത്തു നിന്നും പെൺകടുവയുടെ ഗർജനവും കേൾക്കാമായിരുന്നു. ഇന്ന് ആ പെൺകടുവ അവിടേക്ക് വരരുതേ എന്നും ആൺകടുവ അവൻ്റെ ഇരയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഞാൻ പ്രാർത്ഥിച്ചു.
വൈകുന്നേരം 7 മണിയായപ്പോഴേക്കും കടുവ ഞാനിരിക്കുന്ന മരത്തിൻ്റെ പിന്നിലുള്ള തുറന്ന പ്രദേശത്തേക്ക് എത്തിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അത് വന്നിരിക്കുവാൻ ഇടയുള്ളത് ആ ഇടുങ്ങിയ പാത വഴി ആയിരിക്കണം. അവിടേക്ക് കടന്നു വന്ന കടുവ ഉച്ചത്തിൽ ഗർജിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പെൺകടുവയുടെ ഗർജനങ്ങളൊന്നും അവിടെ ഉയർന്നു കേൾക്കാൻ ഉണ്ടായിരുന്നില്ല. ഒരു കടുവ ഇത്രയധികം ശബ്ദമുണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതും ഇരയെ തിന്നുമ്പോഴും അത് തേടി പോകുമ്പോഴും. ഇപ്പോൾ ആ കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവൻ്റെ ഗർജനങ്ങൾ അവിടെ ഉയർന്നു കേൾക്കുന്നത് കൃത്യമായി എനിക്ക് കേൾക്കാൻ സാധിക്കും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാനിരിക്കുന്ന ഇവിടെ നിന്നും കൃത്യമായി 15 അടികൾക്ക് അപ്പുറമായിരിക്കാം ആ കടുവ നിൽക്കുന്നത്. എന്നാൽ കൃത്യമായി എവിടെയാണെന്ന് മാത്രം എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ മാത്രമേ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം മറ്റൊന്നുമല്ല, എനിക്കും ആ കടുവയ്ക്കും ഇടയിൽ ധാരാളം മരങ്ങളുണ്ടായിരുന്നു. കുറച്ചു സമയം കൂടി ഞാൻ അവിടെ കാതോർത്തു. അങ്ങ് അകലെ നിന്നും എവിടെ നിന്നോ എല്ലുകൾ കടിച്ചൊടിക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. അതായത് അവൻ അവിടെ ഇട്ടിരുന്ന പഴയ എല്ലുകൾ കടിച്ചു പൊട്ടിക്കുകയാണ്. എൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത സന്തോഷം ഇരച്ചു കയറി വന്നു. കാരണം ഇപ്പോൾ കടുവയ്ക്ക് നല്ല പോലെ വിശക്കുന്നുണ്ട്. വീണ്ടും പതിയെ സമയം കുറേ മുന്നിലേക്ക് പോയപ്പോൾ അവൻ നമ്മൾ മുന്നേ പറഞ്ഞ ആ ഫയർ ലൈനിൻ്റെ അടുത്ത് എത്തി എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അവിടെ വരെ അവൻ്റെ ഗർജനങ്ങൾ പതിയെ ഉയർന്ന് കേൾക്കാമായിരുന്നു. അവിടെ എത്തിയപ്പോൾ കൊടുന്നനെ അവൻ്റെ ഗർജനം അവസാനിപ്പിച്ചു. ഒരു പക്ഷേ അവിടെ നിന്നും അവൻ ആ എരുമയെ കണ്ടിരിക്കാം, അവൻ്റെ ഇരയെ അവൻ കണ്ടിരിക്കാം. ഇപ്പോൾ ആ തെളിഞ്ഞ ആകാശവും നിലാവിൻ്റെ വെളിച്ചത്തിലും ആ കടുവയെ വളരെ വ്യക്തമായി എനിക്ക് കാണാൻ സാധിച്ചു. പക്ഷേ രാത്രിയിൽ ഇത്രയും ദൂരെ നിന്ന് വെടിവെക്കുന്നത് സുരക്ഷിതമായിരുന്നില്ല. രണ്ടാമതായി, എന്തിനാണ് ഞാൻ അവനെ വെടിവെക്കുന്നത്? അവൻ എരുമയെ കണ്ടു കഴിഞ്ഞു. ഇനിയും അവൻ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കവേ അവൻ ഫയർ ലൈനുകളെല്ലാം മുറിച്ചു കടന്ന് ആ കൂട്ടിക്കാടിനുള്ളിലേക്ക് മറഞ്ഞു. എനിക്കിപ്പോൾ ഉറപ്പാണ് അവൻ കുറ്റിക്കാടുകളിൽ നിന്നും ആ എരുമയിലേക്ക് ആക്രമണം അഴിച്ചു വിടുമെന്ന്. ഈ സമയം മുഴുവൻ എൻ്റെ കണ്ണുകൾ എരുമയുടെയും കുറ്റിക്കാടുകളുടെയും വനത്തിൻ്റെയും ഇടയിലുള്ള 10 യാർഡ് തുറന്ന സ്ഥലത്തായിരുന്നു. അവൻ ഞാൻ കിട്ടിയ എരുമയെ ആക്രമിക്കുവാൻ കുതിച്ചു വരുമ്പോൾ തന്നെ അവനെ വെടിവെച്ചിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നീട് അവിടെ അധികം ശബ്ദമൊന്നും കേട്ടില്ല. 1-2 തവണ മാത്രം കമ്പുകൾ ഒടിയുന്ന ശബ്ദം ഞാൻ പതിയെ കേട്ടു. കാരണം 2 കിൻഡൽ ഭാരമുള്ള ഒരു മൃഗം ഒരു കൊമ്പിൽ കാൽ വച്ചാൽ കൊമ്പ് ഒടിയുന്നത് സ്വാഭാവികമാണ്. അപ്പോഴാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അതവിടെ സംഭവിച്ചത്. എരുമയിൽ നിന്നും 4 അടി വ്യത്യാസത്തിൽ ആ കടുവ എരുമയുടെ മുകളിലേക്ക് ചാടിയത്. അവൻ ഭൂമിയിൽ നിന്നും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ ആ ആൺകടുവ വലുതായി കാണപ്പെട്ടു. അവനെ കണ്ടപ്പോൾ എരുമയെ കൊല്ലുവാൻ അവൻ അത്ര ധൃതിയൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. എരുമയുടെയും കുറ്റിക്കാടിൻ്റെയും ഇടയിലുള്ള തുറന്ന സ്ഥലത്ത് നിന്നും ഞാൻ എൻ്റെ നോട്ടം മാറ്റിയതേയില്ല. എന്നിട്ടും അവൻ വരുന്നത് ഞാൻ കണ്ടില്ല. അവൻ അത്രയധികം നിലത്ത് പറ്റിച്ച് അനങ്ങാതെ വന്നതുകൊണ്ടായിരിക്കാം. 9 ഇഞ്ച് മാത്രം ഉയരമുള്ള പുല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും വലിയൊരു കടുവ എങ്ങനെ അതിൽ മറഞ്ഞുവെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എരുമ അത്രയും അടുത്തെത്തി. അവനറിയാമായിരുന്നു എരുമയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് ഇനിയും ഇഴഞ്ഞു നടക്കേണ്ട കാര്യമില്ല, ഇനിയും തുറന്ന് നടക്കാമെന്ന് അവൻ കരുതി. അപ്പോൾ അവൻ എഴുന്നേറ്റു. യാതൊരു ധൃതിയുമില്ലാതെ അവൻ എരുമയുടെ അരികിലേക്ക് നടന്നു നീങ്ങി. ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം വിവരിക്കാൻ എനിക്ക് ധാരാളം സമയം വേണം. പക്ഷേ ഇത് സംഭവിച്ചത് ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ്. ടോർച്ച് തെളിയിക്കാൻ ഞാൻ കുറച്ച് താമസിച്ചു. ഞാൻ തെളിയിച്ചപ്പോൾ ഒരു വശത്ത് കടുവയുടെ കാൽ കാണാം, മറുവശത്ത് കടുവയുടെ തല. അവൻ എരുമയുടെ കഴുത്തിൻ്റെ പിന്നിൽ നിന്നും എത്തി നോക്കുന്നു. അവൻ അപ്പോഴേക്കും എരുമയുടെ ശരീരത്തിൻ്റെ മറവിലേക്ക് മറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും എരുമ അവിടുന്ന് ചാടി മാറി കടുവയുടെ ശരീരം പൂർണ്ണമായും എനിക്ക് കാട്ടിത്തന്നു. പിന്നെ ഒട്ടും സമയം ഞാൻ പാഴാക്കിയില്ല. എൻ്റെ റൈഫിൽ എൻ്റെ തോളിലേക്ക് എടുത്ത് ഉയർത്തി വെച്ചു. അവന് നേരെ എൻ്റെ തോക്കിൻ്റെ കുഴൽ ചൂണ്ടി. തോക്കിൻ്റെ കുഴലിൽ നിന്നും തീ തുപ്പി. ഞാൻ കെട്ടിയ എരുമയുടെ കാൽക്കൽ തന്നെ ആ വലിയ കടുവയും വീണു. അവൻ യാതൊരു ശബ്ദവും ഉണ്ടാക്കിയില്ല, അനക്കവും ഉണ്ടാക്കിയില്ല. 0.300 ഗ്രേഡ് ഭാരമുള്ള 0.375 മാഗ്നം വെടിയുണ്ട കടുവയുടെ തലയോട്ടിയിൽ നിന്നും 8 ഇഞ്ച് താഴെ നട്ടലിലൂടെയും പിന്നെ കഴുത്തിലൂടെയും നെഞ്ചിലൂടെയും തുളച്ചു കയറി. എനിക്കുറപ്പാണ് കടുവയ്ക്ക് ഒട്ടും വേദന അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അവൻ അപ്പോഴേക്കും മരിച്ചിരുന്നു.
അതുപോലെ തന്നെ അവിടെ മറ്റൊരു സംഭവവും അതിനോടൊപ്പം തന്നെ എഴുതി ചേർക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. എൻ്റെ റൈഫിലിൽ നിന്നും മുതിർന്ന വെടിയുടെ ശബ്ദം ഒരു പക്ഷേ ആ എരുമ കേട്ട് കാണില്ല. അവനെ ആക്രമിക്കുവാൻ കടുവ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവൻ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന തിരിച്ചറിവിൽ നിന്നുമായിരിക്കാം ആ ചത്തുകിടന്ന കടുവയെ വീണ്ടും വീണ്ടും ആ എരുമ തൻ്റെ തല കൊണ്ട് ഇടിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.